സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിയലിനുള്ള പച്ചക്കറികളാണെങ്കിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ കുറച്ച് നേരമായി. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അവിയലിന് വേണ്ടി പച്ചക്കറി എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനകത്ത് സവാളയും ചേർത്തിട്ടുണ്ട്. സവാളയല്ല, തക്കാളി ചേർത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടി ചേർത്തതാണ്. തൈര് അപ്പം ചേർക്കാതിരുന്നേച്ചാൽ മതി കേട്ടോ. പുളി കുറവാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ല എങ്കിൽ ഈ ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. ഒരു അരമുറി തക്കാളിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ചേന ഇട്ടിട്ടുണ്ട്, ചേമ്പിട്ടിട്ടുണ്ട്, അതുപോലെ സവാളയുണ്ട്, വഴുതനങ്ങയുണ്ട്, അങ്ങനെ പച്ചമുളകുണ്ട്, അങ്ങനെ ക്യാരറ്റ്, അങ്ങനെ നമുക്ക് പച്ചക്കറികളൊക്കെ ഈ ഒരു നീളത്തിൽ വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞ് എടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അവിയലിനൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ തേങ്ങ ഇങ്ങനെ ചതച്ചെടുക്കുള്ളായിരുന്നു. മമ്മി എന്നോട് പറഞ്ഞാൽ നീ ചതച്ചെടുക്കാതെ ഇങ്ങനെ അരച്ചെടുത്ത് നോക്ക്, എന്നിട്ട് നീ ആ ഒരു അവിയൽ കഴിച്ച് നോക്ക്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ചതച്ച് നമ്മൾ തേങ്ങ ഇടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും അവിയൽ വെക്കുമ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ. ഈ മിക്സി എടുത്ത് അതിൻ്റെ വെള്ളം കൂടെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിപ്പം തന്നെ ആണെങ്കിൽ ഇതിലോട്ട് എണ്ണയോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് പറ്റി വരട്ടെ. ആദ്യം നമ്മളാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് ആ ഒരു ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു അരപ്പൂടാണെങ്കിൽ ഒരു കഷ്ണങ്ങളിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിന് നമുക്കൊരു ചെറിയൊരു ലൂസായിട്ട് കിട്ടും. അപ്പോൾ ചില അവിയലൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ ചതച്ചിട്ടിട്ട് അത് ഒട്ടുവാണെങ്കിൽ വെള്ളമയമാണെങ്കിൽ ഇല്ലാത്ത പോലെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ആണെങ്കിൽ കുറച്ചൊരു ഗ്രേവി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതിനോട് താല്പര്യം, ടേസ്റ്റും കൂടി. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ മുരിങ്ങയ്ക്ക കിട്ടുവാണെങ്കിൽ അതൊക്കെയാണെങ്കിൽ ഇടാൻ മറന്നു പോകണ്ട. അപ്പം ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വെണ്ടയ്ക്ക ഇടത്തില്ല, വെണ്ടയ്ക്ക ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. Thanks for watching. See you next video. Bye bye.